എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചിട്ട് ഗുണേ ഇന്നർ സർക്കിൾ ഔട്ടർ സർക്കിൾ എന്തൊക്കെയാണ്. വലിയൊരു ഓട്ട തുണി തെയ്യാതെ വന്നോണ്ട് ഓട്ട ഇട്ട് വെച്ചാന്ന് തോന്നുന്നു. ഓ ലൈൻ അടിക്കാനേ അറിയൂ, ചേട്ടയ്ക്ക് ലൈൻ വരയ്ക്കാൻ അറിയില്ല. ആരുടെ തിളക്കത്തിലെ ദിലീപാ ദീപിക പതുക്കോളെ നമ്മുടെ അവസ്ഥ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് തരുന്ന. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഈ ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഓണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, എന്നാലും ഹാപ്പി ഓണം. അപ്പോൾ ഇതെവിടെയും വെക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നാണ് തിരുവോണം. ഇപ്പോൾ രാവിലെ 6:30 ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ രാത്രി ഇന്നലെ വരെ അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ഇന്നലെ എനിക്ക് പെട്ടെന്ന് തോന്നി കുറച്ച് പൂവൊക്കെ മേടിച്ചിട്ട് പൂക്കളൊക്കെ ഇട്ട് സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത്. എനിക്കാണെങ്കിൽ സെറ്റ് മുണ്ട് പഴയതായിരുന്നു കേട്ടോ. അത് ഭയങ്കരമായിട്ട് പോയിട്ടുണ്ട്. അത് എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ കസമൊക്കെ കയറി ഇറങ്ങിയിരിക്കുമായിരുന്നു. അപ്പോൾ സെറ്റ് മുണ്ട് കൊടുക്കണമെങ്കിൽ പുതിയ സെറ്റ് മുണ്ട് മേടിക്കണം. അപ്പം ഞാൻ ഇന്നലെ പോയിട്ട് സെറ്റ് മുണ്ട് മേടിച്ച് അതിനുള്ള ഓർണമെന്റ്സ് ഒക്കെ മേടിച്ച് ഫുള്ള് സെറ്റാക്കി വെച്ച്. ഈ വീട്ടിൽ ആദ്യത്തെ ഓണാണ് കേട്ടോ. ഞങ്ങൾ ഈ വീട്ടിലോട്ട് മാറിയിട്ടുള്ള ആദ്യത്തെ ഓണാണ്. മുകളിലത്തെ വീട്ടിലായിരുന്നല്ലോ ഇതിനു മുന്നേ. അപ്പോൾ നമ്മുടെ ഓണസദ്യ മുകളിൽ തന്നെ ആയിരിക്കും. ഞാൻ കുറച്ച് കറികളുണ്ടാക്കും, അവിടെ നിന്ന് മമ്മി കുറച്ച് കറികളുണ്ടാക്കും, എന്നിട്ട് ഈ കറി കൊണ്ട് അങ്ങോട്ട് പോകും. അങ്ങനെയാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ 6:30 ആയിട്ടുണ്ട്. കറികളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുന്നു. ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം എനിക്ക് എന്ത് ചെയ്യാൻ സെറ്റ് കൊണ്ടുകൊടുക്കാൻ. മുല്ലപ്പൂക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം പൂക്കളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. കുട്ടിച്ചനൊക്കെ അത് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. പിള്ളേർക്ക് ഭയങ്കര, അവൻ്റെ വിചാരം ഓണം എന്ന് പറയുന്നത് എന്തോ ഒരു സാധനത്തിന് വിളിക്കുന്നതാണ് ഓണം എന്നാണ് അവൻ്റെ വിചാരം. അതായത് ഒരു ഡേ ആണ്. അങ്ങനെ അവർ അറിയത്തില്ല. നമ്മളിവിടെ പൂക്കളിടുമ്പോൾ അവൻ പറയും, അതായത് ചേച്ചി കഴിഞ്ഞ ദിവസം ചുമ്മാ ജസ്റ്റ് എല്ലാം പൂവൊക്കെ വെച്ചിട്ട് ചെറിയൊരു പൂക്കളിട്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഇവിടെ ഓണം വന്നോ? അമ്മ അവൻ്റെ വിചാരം ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രം കാണപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ എന്തോ ഒരു സാധനത്തിന്റെ പേരാണ് ഓണം. അങ്ങനെയൊക്കെയാണ് അവൻ്റെ വിചാരം. കറക്റ്റ് എന്താണെന്നൊരു ഐഡിയ കിട്ടിയിട്ടില്ല അവന് ഓണത്തിനെ പറ്റി. പിന്നെ കൊച്ചല്ലേ, 4 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ അവനും ഈ പറയുന്ന പോലെ നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പൂക്കളിടുമ്പോഴും ഇങ്ങനെ അണിഞ്ഞൊരുക്കി നിൽക്കുമ്പോൾ അവനും ഒരു എക്സൈറ്റ്മെന്റ് ആവുമല്ലോ എന്നൊക്കെ വിചാരിച്ച് സദ്യയൊക്കെ ഉണ്ടാക്കി പൂക്കളൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ മാറി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ ഇനിയിപ്പോൾ കറികൾ ഉണ്ടാക്കണം. ഞാനാണെങ്കിൽ ഞാൻ വേറെ സൂത്രം വെച്ചിട്ടോ, ഇന്നലെ പൂക്കൾ മേടിച്ചുകൊണ്ടൊന്നും പറഞ്ഞില്ലായിരുന്നോ? അത് ഇന്നലെ രാത്രി ചേച്ചി ഇരുന്ന് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. എന്നോ വിലയെന്നറിയോ പൂവിനൊക്കെ കഞ്ചരാവേ. ദാ കണ്ടോ, ഇത് ഫുള്ള് ഇന്നലെ വൈകുന്നേരം പോയി മേടിച്ചിട്ട് വന്ന പൂക്കളാണ്. ഇതിൻ്റെ അകത്ത് വേറെ ഉണ്ട് ജമന്തി, അകത്ത് ഓറഞ്ച് ജമന്തി ഉണ്ട്, ഇത് മഞ്ഞ ജമന്തി, വാടാമല്ലി. അയ്യോ, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. പിന്നെ പച്ച കളർ വേണമെങ്കിൽ നമുക്ക് ചുമ്മാ ഇലയൊക്കെ കട്ട് ചെയ്തിട്ടിടാമല്ലോ. പിന്നെ മുല്ലപ്പൂ മേടിച്ചിട്ടുണ്ടായിരുന്നു ചൂടാനായിട്ട്. അത് ഞാൻ ഇന്നലെ മൊട്ടായിട്ടാണ് മേടിച്ചത് കേട്ടോ. എന്നിട്ട് അത് മേടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. കുറച്ചു നേരം പുറത്ത് വെച്ച് പാതി വിരിഞ്ഞപ്പോഴത്തേക്കും ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ അത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ആദ്യം കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം അണിഞ്ഞൊരുങ്ങി മുല്ലപ്പൊക്കെ ചൂടാൻ. എനിക്ക് മുല്ലപ്പൊക്കെ ചൂടി പൊട്ടൊക്കെ തൊട്ട് സിന്ദൂരൊക്കെ ഇട്ട് നടക്കാനായിട്ട് വലിയ ഇഷ്ടമാണ് കേട്ടോ. എപ്പോഴും ഇട്ട് നടക്കാൻ പറ്റത്തില്ല, ഭയങ്കര കഷ്ടപ്പാടാണ്. പക്ഷെ എനിക്ക് ആ ഒരു ലുക്കിൽ എന്നെ അണിഞ്ഞൊരുങ്ങി എനിക്ക് തന്നെ കാണാൻ വലിയ ഇഷ്ടമാണ്. കാരണം എന്നെ കാണാൻ ഹിന്ദു ലുക്കുള്ളത് പലരും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല എനിക്കാണെങ്കിൽ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഇന്നലെ രാത്രി കറികൾക്കുള്ള സാധനങ്ങളെല്ലാം ഞാൻ അരിഞ്ഞു പെറുക്കി ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഉണ്ടാക്കി മുകളിൽ ചെല്ലുന്നു, അവിടെ അത്തപ്പൂക്കൾ ഇടുന്നു, അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ വീട്ടിൽ ഒന്ന് പോകണം പറ്റുവാണെങ്കിൽ. അങ്ങനെ അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കറികൾ അവിയൽ, പിന്നെന്തായിരുന്നു, കാളൻ, ക്യാബേജ് തോരൻ, കിച്ചടിയാണോ പച്ചടിയാണോ എന്ന് എനിക്കിപ്പോഴും കൺഫ്യൂഷനാണ്. മറ്റേ വെണ്ടയ്ക്ക വെച്ചിട്ട് എനിക്കൊന്ന് പച്ചടിയാന്ന് തോന്നുന്നല്ലേ. നല്ല ടേസ്റ്റ് അല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറി. എനിക്ക് ഈ പുളിയുള്ള കറികളെല്ലാം തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ബാക്കി മമ്മി മുകളിൽ ഉണ്ടാക്കും. അപ്പോൾ അവിയലിന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ക്യാബേജും പിന്നെ അവിയലിന് അരിഞ്ഞു വെച്ച കഷ്ണങ്ങളുമാണ് കേട്ടോ. ഇത് പാതിയേ ഉള്ളൂ, ബാക്കി പാതി വേറെ പാത്രത്തിലാണ്. ഇത് ക്യാബേജ് ഇച്ചിരവേ. ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസാണ്. ഞാനെല്ലാം അങ്ങോട്ടേക്ക് ഒറ്റയടിക്ക് എടുത്തുകൊണ്ട് പോകുന്നു. അതാവുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി ഫ്രിഡ്ജ് തുറന്ന് അതിനെ കഷ്ടപ്പെടുത്തണ്ടല്ലോ. ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടല്ലോ ഞാൻ അതായത് ഒരു 3-4 ദിവസം മുന്നേ അവിയലുണ്ടാക്കിയായിരുന്നു. അവിയൽ ഞാനങ്ങനെ എപ്പോഴൊന്നും ഉണ്ടാക്കാറില്ല, വളരെ റെയറായിട്ട് ഞാൻ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ അത് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ഞാൻ കുക്കറിൽ ഒരൊറ്റ വിസിൽ കൊടുത്തു. എന്ത് പായസം പോണൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം കുക്കറിലിട്ട് വിസിലടുപ്പിക്കുന്നില്ല, നേരെ അടപ്പത്തിട്ട് വേവിച്ച് മൂടി വെക്കുന്നതേ ഉള്ളൂ.
അപ്പോൾ ഇതേണ്ട ഇത്രയും സാധനങ്ങൾ ഞാൻ തലേ ദിവസം അവിയലിന് വേണ്ടി മൊത്തം കുത്തിപ്പിടിച്ച് നിന്ന് അരിഞ്ഞ് പെറുക്കി വെച്ചിരിക്കുന്നതാണ്. പക്ഷേ ഈ ഉരുളക്കിഴങ്ങ് മാത്രം അരിയേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നി കേട്ടോ. കാരണം അത് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ചെറിയ ഒരു കളർ ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ കളർ ഡിഫറൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു, അതേപോലൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ തക്കാളി മുരിങ്ങാക്കോല് മാത്രം ഞാൻ അരിഞ്ഞിട്ടില്ല, കാരണം നമുക്ക് അത് അപ്പം അരിഞ്ഞിടാനല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു 2, 3, 4 തക്കാളി ഇട്ടായിരുന്നു കേട്ടോ. കാരണം അവിയലിലെ തക്കാളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ 4 തക്കാളി അരിഞ്ഞിട്ടു. പിന്നെ കുറച്ച് പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും മുരിങ്ങാക്കോലും 2 വലിയ മുരിങ്ങാക്കോലും അരിഞ്ഞിട്ടു. എന്നിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ അങ്ങ് ഞെരടി വെച്ചേ. ഓക്കെ, അപ്പോൾ അവിയൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, കാരണം ആ പച്ചക്കറിയിൽ നിന്ന് തന്നെ നല്ല വെള്ളം ഊറി വരും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വെള്ളം ഒഴിച്ചപ്പോൾ ഇച്ചിരി കൂടിപ്പോയായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം അതുകൊണ്ട് കുടിക്കേ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര ഐഡിയ ഒന്നുമില്ല സത്യം പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നു കറിവേപ്പില, പച്ചമുളക്, ചുവന്നുള്ളി, ജീരകം, തേങ്ങ, ഇത്രയും സാധനങ്ങളോട് നല്ലപോലെ ഒന്ന് ഒരുപാട് പേസ്റ്റ് പരുവത്തിലാക്കരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഞാൻ അങ്ങനെ വേറെ കുക്കിംഗ് എക്സ്പേർട്ടൊന്നും അല്ല. അപ്പോൾ കുക്കിംഗ് ചാനൽ കാണുന്ന രീതിയിൽ നിങ്ങൾ എൻ്റെ വീഡിയോ കാണരുത്. ജസ്റ്റ് ഒന്ന് വ്ളോഗ് എടുക്കുന്ന രീതിയിൽ കുക്കിംഗ് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയാൽ സംഭവം സൂപ്പർ ആയിരിക്കും. ഇത്രയും സാധനങ്ങളെല്ലാം കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം അവിയലുണ്ടാക്കിയപ്പോൾ പാളിപ്പോയതുകൊണ്ട് പേടിയായിരുന്നു വെന്ത് കുഴഞ്ഞു പോകുമെന്നൊക്കെ. അപ്പോൾ വേണ്ട കണ്ടോ, കഷ്ണങ്ങളിൽ നിന്നൊക്കെ നല്ലപോലെ വെള്ളം ഊറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്ത് കഴിഞ്ഞിട്ട് നമ്മുടെ അരപ്പുണ്ടല്ലോ, അതായത് തേങ്ങ, പച്ചമുളക്, ചുവന്നുള്ളി, കറിവേപ്പില, പിന്നെ കുറച്ച് ജീരകം, ചിലർ വെളുത്തുള്ളി ഇടും കേട്ടോ. ഞാനാണെങ്കിൽ ഒരു 1-2 വെളുത്തുള്ളി പയ്യൊന്ന് അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ പയ്യൊന്ന് ക്രഷ് ചെയ്തെടുക്കുക, ഒരുപാട് ക്രഷ് ചെയ്യരുത്. ഈ ഒരു അരപ്പിനാണ് കേട്ടോ അവിയലിൻ്റെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നല്ലപോലെ തേങ്ങ ഇട്ടാൽ നല്ലപോലെ ടേസ്റ്റ് കൂടും. എനിക്കിതിൻ്റെ അരപ്പ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് ഇട്ട പാടെ തന്നെ ഇളക്കരുത്. ഇത് ഈ കഷ്ണങ്ങളുടെ ഇടയിലോട്ട് വെച്ചിട്ട് പയ്യെ ഒന്ന് ആവി കയറ്റണം, കാരണം ഈ ഒരു അരപ്പൊന്ന് വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ആവി കയറ്റി എടുത്ത് കഴിഞ്ഞിട്ട് മൂടി വെച്ച് ആവി കയറ്റണം കേട്ടോ. അപ്പോൾ മൂടി വെച്ച് ആവി കയറ്റി കഴിഞ്ഞിട്ട് നല്ലപോലെ ഇളക്കുക. അത് കഴിഞ്ഞിട്ട് ചിലർ വാളമ്പുളി പിഴിഞ്ഞൊഴിക്കും, എനിക്കത് അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ പാത്രം പറഞ്ഞു പോയതിനെ, കാരണം ഇത് വലിയ പാത്രം ആയതുകൊണ്ട് ഇളക്കാനായിട്ട് ഭയങ്കര പാടാണ് കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് പുളിക്ക് വേണ്ടി കുറച്ച് തൈരും പിന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിങ്ങോട്ട് വാങ്ങുക. നല്ല അടിപൊളി അവിയലിവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ആയിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിന് ഇട്ടോണം കേട്ടോ. പിന്നെ പച്ചടിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. പച്ചടിയല്ല, കിച്ചിരി മാറിപ്പോയി. വെണ്ടയ്ക്ക കിച്ചിരി. എനിക്ക് ഈ പച്ചടിയും കിച്ചിരി എപ്പോഴും മാറിപ്പോവും. അപ്പോൾ ഫസ്റ്റ് വെണ്ടയ്ക്ക നല്ലപോലെ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് തേങ്ങ, തൈര്, കടുക്, ഉപ്പ് ഇത്രയും സാധനങ്ങൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് അതിന്റെ മണ്ടയിലോട്ട് ഈ വെണ്ടയ്ക്ക ഇടുക. അപ്പം നമ്മുടെ വെണ്ടയ്ക്ക കിച്ചിരി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ആയിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. അടുത്തതായി നമ്മുടെ കുറുക്കുകളിലാണ്. അപ്പോൾ അമ്മയാണ് കേട്ടോ പറഞ്ഞത് പഴം വെച്ചിട്ട് കുറുക്കുകൾ ഉണ്ടാക്കി നോക്കിയിട്ട് സൂപ്പറാണ്. അങ്ങനെ ഞാൻ ഇവിടെ ഇരുന്ന 2 ഏത്തപ്പഴം അരിഞ്ഞിട്ടിട്ട് ആദ്യം വേവിക്കാൻ വെച്ചു. പക്ഷെ അത് വൻ മണ്ടത്തരായി പോയായിരുന്നു കേട്ടോ. അങ്ങനെ ആരും ചെയ്യരുത്, കാരണം പഴം ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു പോകും. അപ്പം ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കിയത്. ആദ്യം ഏത്തപ്പഴത്തിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ വേവിക്കാൻ വെച്ചു. എന്നിട്ട് ലാസ്റ്റ് തേങ്ങയും ജീരകവും കൂടെ നല്ലപോലെ പേസ്റ്റ് ആക്കി അരച്ചിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തെടുക്കുക. അടിപൊളി കറിയാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പഴം ലാസ്റ്റ് ഇടാവുള്ളൂ, ആദ്യം കൊണ്ടേ പഴം വേവിക്കരുത്. ലാസ്റ്റ് കടുവും കൂടെ പൊട്ടിക്കണം കേട്ടോ. കഴിച്ചോ? എങ്ങനെയുണ്ട്? Turn back. How is my sambar? This my sambar. എന്റെ ഇഡ്ഡലി എങ്ങനെയുണ്ട് അത് പറ. ഇഡ്ഡലി ഈസ് ഗ്യാസ്ട്രോസ്ട്രിക്. ഓ, എന്നുവെച്ചാൽ ഗ്യാസ് ഉണ്ടാക്കുന്ന ഫുഡാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കാളൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ആദ്യം ഞാൻ പഴം വേവിച്ചിട്ടായിരുന്നു കേട്ടോ കാളന്റെ മറ്റേ ആ മിക്സ് ഇട്ടത്. പഴം ആയതുകൊണ്ട് അത് ഇച്ചിരി കുഴഞ്ഞു പോയി. പിന്നെ ഞാനിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു പഴം കൂടി ഇട്ടപ്പോഴത്തേക്കും കറക്റ്റ് വേവായിരുന്നു. അപ്പോൾ ജസ്റ്റ് കാളന് വേണ്ടിയുള്ള കടുക് വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നുമില്ല, ജസ്റ്റ് കടുക് വറുത്തിട്ട് ചുവന്നുള്ളി പിന്നെ വറ്റൽമുളക്, കറിവേപ്പില. ചേട്ടി, എൻ്റെ കാളൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, ചേട്ടൻ കളം ഭയങ്കര ഇഷ്ടപ്പെട്ടല്ലോ. അങ്ങനെ ലാസ്റ്റ് കടുക് വറുത്തിട്ട് കുറച്ച് ചുവന്നുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും ഇതെല്ലാം കൂടെ നല്ലപോലെ മൂപ്പിച്ച് നമ്മുടെ കാളന്റെ മണ്ടയിലോട്ട് അങ്ങോട്ട് ഒഴിച്ചിട്ട് നല്ലപോലെ അങ്ങോട്ട് ഇളക്കുക. എന്നാ സൂപ്പർ കറിയായിരുന്നു അറിയാവോ. ചേട്ടയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ, കാരണം ചേട്ടയ്ക്ക് ചെറിയതായിട്ട് മധുരമുള്ള കറികളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ചെറിയൊരു മധുരം ഉണ്ടായിരുന്നു, നല്ല അത്യാവശ്യം പുളി ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കുട്ടിച്ചനാണെങ്കിൽ കാളൻ ചുമ്മാ പിഞ്ഞാണിക്കകത്ത് എടുത്തുകൊണ്ട് പോയിട്ട് നക്കി തിന്നുകൊണ്ടിരിക്കുമായിരുന്നു, അവനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. അങ്ങനെ കാളൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മുടെ ഐറ്റമാണ് ക്യാബേജ്. ഇത് ഭയങ്കര സിമ്പിൾ അല്ലേ, ഒന്നുമില്ല, ജസ്റ്റ് ക്യാബേജ് ഓൾറെഡി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മണ്ടയിലോട്ട് കുറച്ച്
കുറച്ച് തേങ്ങ ഇടുക. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ തോരൻ കറികളൊക്കെ നല്ലപോലെ ഈ തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലും എല്ലാം കൂടെ ഇടിച്ച് ചതച്ച്, അതായത് മൊത്തം എല്ലാം കൂടെ നല്ലപോലെ ഞെരടിയിട്ട് ചുമ്മാ കടുക് വറുത്ത് അതിൻ്റെ മണ്ടയിലോട്ട് ഈ സാധനങ്ങളെല്ലാം ഇടുവാണ് ചെയ്യാറ്. പക്ഷേ അത് ഞെരടാനുള്ള സമയമില്ലാത്തതുകൊണ്ട് എല്ലാം 1 by 1 അങ്ങോട്ടിട്ട് ക്യാബേജ് ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ കറികളൊക്കെ ഉണ്ടാക്കി മുകളിൽ മമ്മിയുടെ അടുത്തുകൊണ്ട് കൊടുത്തു. അതിനിടയ്ക്ക് ഞാൻ എപ്പോഴോ കുറച്ച് സമയം കിട്ടിയപ്പോൾ ഒരു 2-3 ഇഡ്ഡലി എടുത്ത് കഴിച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനിയിപ്പോൾ ചെന്നിട്ട് കുളിച്ച് സെറ്റ് മുണ്ടൊക്കെ എടുക്കണം. ഓക്കെ അല്ലേ കുട്ടിച്ച? നമുക്ക് എന്നിട്ട് ഞങ്ങൾക്ക് പൂക്കളെ ഇടണം. ദേ ഇവിടെ പൂവൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടിരിക്കുകയാണ്, കണ്ട. ഫുള്ള് ചേച്ചി ഇന്നലെ രാത്രി ഇന്ന് രാവിലെയും കൊണ്ട് പൂ ഫുള്ള് വിടുത്തി വെച്ചിട്ടുണ്ട്, അതായത് പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ റേച്ചു അപ്പോഴത്തേക്കും അവൾ ഉറങ്ങുമായിരുന്നു. അപ്പോൾ എഴുന്നേറ്റ് വന്നപ്പോൾ അവളെയും കൊണ്ട് പോയേക്കുവാ കുളിപ്പിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു 10:15 ആയിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറട്ടെ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് മാറുന്നതിന് മുന്നേ അത്തപ്പൂക്കളം അങ്ങോട്ട്, അയ്യോ എൻ്റെ മുഖത്ത് കുരുക്കളൊക്കെ വന്നു തുടങ്ങിയിട്ട്. അത്തപ്പൂക്കളം മറ്റേ ആ ഇതില്ലേ അതിൻ്റെ ഔട്ട്ലൈനൊക്കെ ഒന്ന് വരച്ചിട്ട് ഞാൻ ഡ്രസ്സ് മാറാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം ഞങ്ങൾ അത്തപ്പൂക്കളം ഇടാനായിട്ട് മുകളിലത്തെ വീട്ടിലോട്ട് പോവാണ്. അപ്പം വീടിൻ്റെ ഇവിടുത്തെ ഫ്രണ്ടിൽ ചേച്ചി ഒരു കുട്ടി അത്തപ്പൂക്കളം ഇട്ട് വെച്ചിട്ടുണ്ടേ, കാണിച്ചിടവേ. ചെറിയ നമ്മൾ മേടിച്ച് പോകുന്ന ഒരു ഇച്ചിരി മാറ്റി ഉണ്ടാക്കിയ അത്തപ്പൂക്കളം. അല്ല, എനിക്കൊരു ഡിസൈൻ ഉണ്ട്, പറ. ഇവിടെ അല്ല, അവിടെ ശരിക്കും പറഞ്ഞാൽ അടിപൊളി അല്ലേ. ബാ കമോൺ, നമ്മൾ ആദ്യം ഇവിടെ ഇടാന്ന് വിചാരിച്ച് കാറൊക്കെ ഫുള്ള് മാറ്റി. അല്ല, ഓൾറെഡി കാറ് മാറ്റിയായിരുന്നല്ലേ. പിന്നെ എവിടെയാ? ആണോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെയാണ് അത്തപ്പൂക്കളം. എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചിട്ട് ഗുണേ. ഇന്നർ സർക്കിൾ ഔട്ടർ സർക്കിൾ എന്തൊക്കെയാണ്? എടാ നിന്റെ പേന പെൻസിൽ കൊണ്ട് ഇത് വരയ്ക്കാൻ പറ്റത്തില്ല. ഡ്രസ്സൊക്കെ മാറി സുന്ദരി കെട്ടിയായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. ഉടുപ്പ് നയിച്ചത് പൊക്കി പിടിച്ച് ചേച്ചി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട്. പുറയിലത്തെ ഡിസൈൻ ഒന്ന് കാണിച്ച പിള്ളേ. പുറയിൽ ജനാലയൊക്കെ ഉണ്ട് ഞങ്ങളുടെ ബാക്കിൽ, കാണിച്ചേ. കണ്ടാ വലിയൊരു ഓട്ട. തുണി തെയ്യാതെ വന്നോണ്ട് ഓട്ട ഇട്ട് വെച്ചാന്ന് തോന്നുന്നു. ഓ, റേഡിയസ് ഫസ്റ്റ് ഇന്നർ സർക്കിളിലെ. അയ്യോ, അത്ര ഒന്നും വേണ്ട. ടോട്ടൽ അത്തപ്പൂക്കൾ എത്ര മതി? മറ്റേ പാറ്റേനെ കുടിക്കുന്ന ചോക്കിരിപ്പുണ്ട്, അതെടുത്ത് പക്ഷേ റേച്ചു എങ്ങനെ തൊട്ടുകഴിഞ്ഞാല് കുട്ടിച്ചന്റെ മറ്റേ സ്ലേറ്റ് പെൻസിൽ ഇല്ലേ, അതെടുത്തോണ്ടാണ് വരയ്ക്കാൻ വന്നേക്കണം. പക്ഷെ ഇതിവിടെ തെളിയുന്നുണ്ടല്ലോ. ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയാ മതി. കണ്ടോ? ശരിക്കും ഞാനൊന്ന് ജസ്റ്റ് തിരിഞ്ഞപ്പോഴത്തേക്കും അജി സന്തോഷ് സർക്കിൾ വെച്ച്. നീ എന്നാടാ സൈഡിൽ കുത്തിക്കുറിച്ചോണ്ടിരിക്കണേ? പേര് നോക്കുവാണോ? ഓക്കെ. അമ്പോ പൊളി. അതെങ്ങനെ ചേട്ടി വരച്ച? എങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചേ. ഒറ്റ സെക്കൻഡിൽ വരച്ചു തീർന്നല്ലോ. ഓരൊറ്റ കറക്കലല്ലേ. കൊള്ളാം കേട്ടോ. ഞാൻ ഇങ്ങനെ വലിച്ച് നടുക്ക് സെന്ററിൽ ഇങ്ങനെ പിടിച്ചിട്ട് ചാക്കനൂല് വെച്ച് വട്ടം ചുറ്റിക്കാന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. അത് പക്ഷെ കൊള്ളാം. ഇവനെ തൊടിക്കല്ലേ മോനെ, തൊടല്ലേ. ഈ ഡിസൈൻ ഇതല്ലോ. സിമ്പിൾ ഡിസൈൻ. എന്നിട്ട് ഇതിനകത്ത് വേറെ വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കാവോ? ഇങ്ങനെ 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 ക്രോസ് ക്രോസ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം. ഇവൻ അതിന്റെ മണ്ടേ കൂടെ എന്ത് വരയ്ക്കാം? ലൈൻ അടിക്കാനേ അറിയൂ ചേട്ടയ്ക്ക്, ലൈൻ വരയ്ക്കാൻ അറിയില്ല. കുട്ടിച്ചോ നീ നശിപ്പിക്കില്ല. ഇനി വേറെ സാധനം ഉണ്ട്, കാണിച്ചതാ. അല്ലല്ല, ഒരു മിനിറ്റ് എടുത്ത് മാഞ്ഞു പോടോ. ഒരു മിനിറ്റ്, നമ്മുടെ പൊന്നല്ലേ. ഇങ്ങനെ ഇങ്ങനെ കൂടെ ഇതുകൊണ്ട് ഞാൻ പറഞ്ഞ ജസ്റ്റ് ഡിസൈഡ് ചെയ്യാൻ പോലെ ഇവിടെ ഓറഞ്ച് അങ്ങനെ വെക്കാം. പിന്നെ ഓക്കെ, പിന്നെ ഓക്കെ ഫൈൻ.
അവിടെ മഞ്ഞ. പക്ഷെ മഞ്ഞയൊക്കെ കുറേ ഉണ്ട്. ഞാൻ പറയട്ടെ, മഞ്ഞ ഒരുപാടില്ലേ? മഞ്ഞ കുറേ ഉണ്ട് കേട്ടോ. മഞ്ഞ ഇവിടെ വെച്ചാലോ, ഓറഞ്ച് ഇവിടെ, മഞ്ഞ ഇവിടെ വെച്ചാലോ, എന്നിട്ട് ഇവിടെ പച്ച വെച്ചാലോ? ഇവിടെ തന്നെ ഒരു ഡിവിഷൻ ഇനി ഡിവിഷൻ വരുത്തേ ഇവിടെ വെള്ള, അവിടെ അത്രക്കുള്ള സാധനം ഇല്ലല്ലോ. അങ്ങനെ ഭയങ്കര വലിയ ചർച്ചയ്ക്കും തീരുമാനങ്ങൾക്കും ഒക്കെ ഒടുവിൽ കളത്തിനകത്തുള്ള ഓരോ കളറും ഒക്കെ ഞങ്ങൾ തീരുമാനിച്ചത്. പൂക്കളൊക്കെ ഇട്ട് തുടങ്ങി കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഈ യൂട്യൂബിൽ ചുമ്മാ എങ്ങനെ എളുപ്പത്തിൽ കളം വരയ്ക്കാം എന്നൊക്കെ റിസർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും കണ്ടൊരു സിമ്പിൾ ഡിസൈനാണ്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ എൻ്റെയും ചേട്ടയുടെ ഒക്കെ ലൈഫിൽ വീട്ടിൽ ആദ്യമായിട്ടാണ് ഇത്രയും വൃത്തിക്കൊക്കെ ഒരു പൂക്കൾ ഇടുന്നത്. സാധാരണ വീടിൻ്റെ അപ്പുറത്തുപ്പുറത്തൊക്കെ നിൽക്കുന്ന ഇലയും പൂവും കായൊക്കെ പറിച്ചുകൊണ്ട് വന്ന് ചുമ്മാ പിള്ളേർക്ക് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് വെറുതെ പൂക്കളം ഇടും എന്നല്ലാതെ പൂക്കളെന്ന് വിളിക്കാൻ പറ്റിയൊരു പൂക്കളം ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇടുന്നത്. എന്തോ പെട്ടെന്നൊരു ബോധോദയം തോന്നി തലേദിവസം വൈകുന്നേരം പോയി എല്ലാ സാധനങ്ങളും പോയി മേടിച്ചുകൊണ്ട് വന്നതാണ്. പക്ഷെ എന്തുകൊണ്ടും നന്നായി കേട്ടോ. സൂപ്പർ മതി. അതിൽ ചേർക്കണ്ടെന്ന് പറഞ്ഞോണ്ടേ പിന്നെ കറക്റ്റ് ഇല്ല. മമ്മിയോട് പറഞ്ഞു കറക്റ്റ് മതി. തേങ്ങാക്കൊക്കെ കൂടുതൽ അധികമായി പോകുന്നത്. കാരണം വറുത്ത് കഴിഞ്ഞപ്പോൾ ഒത്തിരി അങ്ങ് ആയിപ്പോയി തോന്നുന്നില്ല. ഈ ഗോതമ്പ് കഴിച്ച ആരും ഗ്യാസ് പറയില്ല. ആദ്യമായിട്ട് ഗോതമ്പ് കഴിച്ച ഗ്യാസാണ്. ഗോതമ്പാണ്, പരിപ്പാണ് എനിക്ക് പ്രശ്നം. പരിപ്പാ ഗ്യാസ്. പരിപ്പ് ആർക്കും ഗ്യാസാ, എല്ലാവർക്കും ഗ്യാസ്. ഗോതമ്പ് കഴിച്ച ആർക്കും ഗ്യാസ് ഇല്ല. സമാധാനത്തോടെ കഴിക്കും. വാഴക്കത്തിരുന്നോ? ആര് വാഴക്കത്തിരിക്കണം? അങ്ങനെ ഞങ്ങളിവിടെ തകൃതിയായിട്ട് പായസം പൂക്കളിട്ടോണ്ടിരിക്കുന്ന സമയത്ത് മമ്മി അവിടെ പായസം ഉണ്ടായിക്കൊണ്ടിരിക്കുവായിരുന്നേ. അപ്പോൾ കുറച്ച് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടേ തന്നായിരുന്നു കേട്ടോ. സൂപ്പർ പായസമായിരുന്നേ. അല്ലെങ്കിൽ എനിക്ക് ഗോതമ്പ് പായസം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ഗോതമ്പ് പായസം ചുമ്മാ അല്ല കുടിക്കേണ്ടത്. നമ്മൾ പപ്പടവും പഴവും പായസവും എല്ലാം കൂടി ഗോതമ്പ് പായസം ആയിരിക്കണം. അട അത്രയും ടേസ്റ്റ് ഇല്ല കേട്ടോ. ഗോതമ്പ് പായസം എല്ലാം കൂടെ നല്ല കൂട്ടി കുഴച്ചങ്ങോട്ട് കഴിക്കണം. എന്നോ ടേസ്റ്റ് എന്നറിയാം. അതും ഞാലിപ്പൂവൻ പഴം തന്നെ വേണം കേട്ടോ. എന്നാലാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഞാനാണെങ്കിൽ തലേദിവസം ഞാലിപ്പൂവൻ പഴം തപ്പി ഇറങ്ങിയിട്ട് ഒരു കടയിലില്ല. പിന്നെ അവസാനം ഒരു 4-5 കട കയറിയിട്ട് ഏതോ ഒരു കടയിലാണ് ലാസ്റ്റ് കിട്ടിയത്. സത്യം പറയട്ടെ, ഇത്രയും വൃത്തിക്ക് ഒരു വീട്ടിലിടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. കണ്ടാ, അതായത് വാവുന്നല്ല, പക്ഷെ എന്തായാലും കൊള്ളാലേ. ബാക്കി കൂടെ ഇടട്ടെ. അതിനിടയ്ക്ക് മമ്മി പായസം കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. സൂപ്പർ പായസം കേട്ടോ. ഞാൻ ഇന്നലെ താമരമുട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിനകത്ത് ഇട്ട് വെച്ചേക്കും. അപ്പൊ ചേച്ചിനെ താമരമുട്ട് എടുക്കാനായിട്ട് പറഞ്ഞു കേട്ടായിരുന്നു. യെസ്, വിടുന്നോ? താമരമുട്ട്, പൂത്ത താമര ഉണ്ട്. അങ്ങനെ എന്തൊരു സാധനം ഡയലോഗ് ഉണ്ടല്ലോ. കണ്ട ചെറിയൊരു ആട്ടമുണ്ട്. പിന്നെ പുറത്തേതങ്ങ് കളയാലേ. ലാസ്റ്റ് ഇരിക്കാം. പക്ഷെ താമരമുട്ടൊരു സുഖമല്ലായിരുന്നു കേട്ടോ. ഏതാണ്ട് ആർക്കാനും വേണ്ടി വിരിഞ്ഞ് നിൽക്കുന്ന പോലെ ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ കടയിലെ ചേട്ടനോട് 1000 വട്ടം ചോദിച്ചതാ, ചേട്ടാ താമരമുട്ട് വാടിയതല്ലോ. കാരണം കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി കേട്ടോ. അപ്പോൾ ചേട്ടനാണെങ്കിൽ എന്ത് ചെയ്തിട്ടും വാ തുറക്കുന്നില്ല. ഏതാണ്ട് ഭയങ്കര ജാടിയായിട്ടുള്ള സംസാരമായിരുന്നു. ചുമ്മാ തലയാട്ടി കൊണ്ട് നിൽക്കുമായിരുന്നു. പിന്നെ ഞാൻ കിട്ടിയതല്ലേ എന്ന് വിചാരിച്ച് രണ്ടും കൽപ്പിച്ചങ്ങ് എടുത്തുകൊണ്ട് പോകുന്നതാണ്. പിന്നെ വേണ്ട ഈ പച്ചയുണ്ടല്ലോ, അതായത് ഞങ്ങൾക്ക് കുറേ കളങ്ങളുണ്ട്. പക്ഷേ ഈ കളങ്ങളിൽ ഒപ്പിച്ചിടാനായിട്ട് കളറുകളില്ല. ആകെ 2-3 തരത്തിലുള്ള പൂക്കളെ ആയിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് വീടിൻ്റെ സൈഡിൽ നിന്ന് ഏതോ ഒരു ഇലയൊക്കെ പറിച്ചുകൊണ്ടുവന്ന് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് നോക്കി. പക്ഷെ അതൊരു സുഖം ഉണ്ടായിട്ട് തോന്നിയില്ല കേട്ടോ. പിന്നെ ഞങ്ങളത് ഇട്ടത് പിന്നെ തിരിച്ചങ്ങോട്ട് എടുത്തു. കാരണം ഒരു ഭംഗി തോന്നിയില്ല. അത്രയും ഇട്ടിട്ട് മൊത്തത്തിൽ ആ ഒരു പച്ചക്കളർ കാരണം കുളവാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളൊന്ന് തിരിച്ചെടുത്തു കേട്ടോ. കാര്യം വലിയ കാര്യത്തിൽ വട്ടത്തിലെ ഡിസൈനൊക്കെ വരച്ച് വെച്ചെങ്കിലും ഇതിൻ്റെ അകത്ത് ഏത് കളർ ഇടണം എന്നുള്ള കാര്യം നോക്കാനായിട്ട് ഞങ്ങൾ മറന്നുപോയായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ അപ്പുറത്ത് നിന്ന് ഏതായിരുന്നു റോസ് കളർ ഇലയൊക്കെ വെട്ടി അരിഞ്ഞിട്ട് നോക്കിയായിരുന്നു. പക്ഷേ അതും അങ്ങനെ സെറ്റ് ആയില്ല. പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്താ പിന്നെ മഞ്ഞ ബന്ദിപ്പൂവും ഓറഞ്ച് ബന്ദിപ്പൂവും അങ്ങ് ഓൾട്ടർനേറ്റ് ആയിട്ട് അങ്ങനെ അങ്ങ് സെറ്റാക്കാന്ന്. പിന്നെ ഞാൻ ആ താമരമുട്ട് നടുക്ക് വെച്ചില്ല കേട്ടോ. അതെനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞാനങ്ങ് വിടുത്തി നോക്കിയിട്ടും അതങ്ങോട്ട് സെറ്റ് ആയില്ല കേട്ടോ. പിന്നെ ഞാനൊരു 2-3 റോസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒരെണ്ണം നടുക്കങ്ങോട്ട് വെച്ചേ. അപ്പോൾ ഫൈനലി ഇതാണ് നമ്മുടെ അത്തപ്പൂക്കൾ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ബ്ലാക്ക് എന്നാ ബ്ലൂഡ്. ഓക്കെ, അപ്പോൾ പൂക്കളൊക്കെ ഇട്ട് ഫുള്ള് സെറ്റാക്കി വെച്ചു. ഇനി ഇന്നലെ മേടിച്ച സെറ്റ് മുണ്ട് ഉടുപ്പുണ്ട്. സത്യം പറയാലോ, എനിക്കത് ഉടുക്കാനായിട്ട് വലിയതായിട്ട് അറിയില്ല. സാരി ഉടുക്കാൻ അറിയാം, സെറ്റ് മുണ്ട് ഉടുക്കാനായിട്ട് വലിയതായിട്ട് അറിയാൻ പാടില്ല. ചേട്ടയ്ക്ക് മുണ്ടെടുക്കാൻ അറിയാൻ പാടില്ലേ? ഫസ്റ്റ് മുണ്ടെടുക്കാനോട് അറിയാൻ പാടില്ല. അയ്യേ, ബനിയനും മുണ്ടോ കൊള്ളത്തില്ല. ബനിയനും മുണ്ടും കൊള്ളില്ല. ബനിയനും മുണ്ടൂടാൻ. അപ്പോൾ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഉടുക്കാം. അപ്പോൾ ഫസ്റ്റ് ചേട്ടനെ മുണ്ടുപിടിപ്പിക്കണം. എന്നിട്ട് വേണം എനിക്ക് സെറ്റ് മുണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്.
ഓക്കെ, അപ്പോൾ നമുക്ക് ഡ്രസ്സ് മാറിയിട്ട് കാണാം. ഓക്കെ, അങ്ങനെ ഒരു വിധത്തിൽ സെറ്റ് മുണ്ട് നോക്കി എടുത്ത് ഞങ്ങൾ എല്ലാവരും എൻ്റെ ഡ്രസ്സൊക്കെ മാറി മുകളിൽ ഫുഡ് കഴിക്കാൻ പോകാൻ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ലേറ്റായി, കാരണം മുകളിലുള്ളവരൊക്കെ കറക്റ്റ് അലാം അടിക്കുന്ന പോലെ ഫുഡ് കഴിക്കുന്നവരാണ്. 9 മണിക്ക് 9:30 ബ്രേക്ക്ഫാസ്റ്റ്, 1 മണിക്ക് ഉച്ചക്കത്തെ ഫുഡ്, അങ്ങനെ കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കുന്നവരാണ്. ഇതിപ്പോൾ ഇത്രയും ലേറ്റ് ആയത് ഞങ്ങൾക്ക് വേണ്ടി നോക്കിയിരുന്നതാണ്. അപ്പോൾ സമയം ഏതാണ്ട് 1:30-2 മണിയൊക്കെ ആയിരുന്നു. ഞാൻ ചെന്നപ്പോഴത്തേക്കും ഇലയൊക്കെ ഇട്ട് ചേട്ടായി സദ്യയൊക്കെ വിളമ്പി തുടങ്ങിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പൂക്കളമൊക്കെ ഇട്ടതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്, അല്ലെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ ഫുഡ് കഴിക്കായിരുന്നു. പൂക്കളൊക്കെ നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്കും പെർഫെക്ഷനൊക്കെ നോക്കി വരുമ്പോഴത്തേക്കും ഏതാണ്ട് ഈ ഒരു ടൈം എടുക്കും കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കാനിരിക്കുന്നതിന് മുന്നേ ലിപ്സ്റ്റിക് ഒക്കെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിന് മുന്നേ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ റേച്ചുവിൻ്റെ ഒക്കെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ എൻ്റെ സദ്യയൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ സദ്യക്ക് സാമ്പാറില്ലാന്ന് വിചാരിക്കരുത്, സാമ്പാർ ഇല്ലാത്തതല്ല, സാമ്പാർ ഒഴിക്കാത്തതാണ്. കാരണം ഞാൻ അങ്ങനെ വലിയ സാമ്പാർ ലവർ ഒന്നുമല്ല. പിന്നെ കാളനുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് വിളമ്പി എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ സദ്യയൊക്കെ സൂപ്പറായിരുന്നു. ഞാൻ അങ്ങനെ ഒരുപാട് ചോറ് കഴിച്ചില്ല, സാധാരണ കഴിക്കുന്നേക്കാളും വെച്ച് നോക്കിയിട്ട് കുറച്ച് ചോറേ കഴിച്ചുള്ളൂ. കാരണം ഇത് തന്നെ പപ്പടവും പഴവും പായസം ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സദ്യ വരെ കഴിച്ചത്. കാരണം ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല, എനിക്കിത് ഭയങ്കര ഇഷ്ടം. പണ്ട് അമ്മേനെ കൊണ്ടുണ്ടല്ലോ ഞാൻ ഇതേപോലെ ചുമ്മാ ഇടയ്ക്ക് ഗോതമ്പ് പായസം ഉണ്ടാക്കിക്കും, എന്നിട്ട് ഞാൻ ഞാലിപ്പൂമ്പഴവും കൂട്ടി പപ്പടവും കൂട്ടി കുഴച്ചൊരു കഴിക്കലുണ്ട്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ് കേട്ടോ. അത് എന്നാണ് ഏറ്റവും വലിയ അല്പം എന്ന് വെച്ചാൽ, ഞാൻ ഈ സാധനം ഉണ്ടല്ലോ എത്ര കഴിച്ചാലും ഞാൻ മടുക്കത്തില്ല എന്നുള്ളത് നിങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കത്തില്ല. പക്ഷെ സത്യമാണ്, ഞാൻ ഇങ്ങനെ കുറേ കഴിച്ചുകൊണ്ടിരിക്കും, എനിക്ക് ഒട്ടും മടുപ്പ് തോന്നത്തില്ല കേട്ടോ. അങ്ങനെ പപ്പടം പഴം പായസം കൂട്ടി അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ നേരെ ഫോട്ടോ സെഷനിലോട്ട് അങ്ങോട്ട് കിടന്നു. പക്ഷെ പാതി ലിപ്സ്റ്റിക് ഒക്കെ വൈറ്റിലായി പോയായിരുന്നു കേട്ടോ. പിന്നെ ഉള്ളത് വെച്ചങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ പൂക്കളൊക്കെ ഇട്ടു, സദ്യയൊക്കെ ഉണ്ടു, വയറ് വീർത്തിരിക്കുക. ഇനിയിപ്പോൾ വീട്ടിലൊന്ന് പോകണം. ഇതുണ്ട്, എനിക്കിങ്ങനെ കുങ്കുമം ഇടുവാണെങ്കിൽ ഇങ്ങനെ ട്രഡീഷണൽ ലുക്കിൻ്റെ ഒക്കെ കൂടെ കുങ്കുമം ഇടുമ്പോഴത്തേക്ക് റെഡ് സാരി അങ്ങനെയൊക്കെ ഇടുമ്പോൾ മുണ്ട് പറിച്ചുകൊണ്ട് കിടക്കുന്നു കുട്ടിച്ച്. ഓക്കെ, ട്രഡീഷണൽ സാരിയുടെ ഒക്കെ അങ്ങനത്തെ ടൈപ്പ് ഓഫ് സെറ്റ് മുണ്ടിനൊക്കെ കൂടെ കുങ്കുമം ഇടാനായിട്ട്, സിന്ദൂരം ഇടാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇടുമ്പോൾ ഇങ്ങനെ കുറച്ചൊന്നുമല്ല, ഇങ്ങനെ കീറ്റി ഇടണം. ഈ ദീപിക പതുക്കണക്ക് ഇടത്തില്ലേ അങ്ങനെ. ദൈവമേ, എടാ നീ ആരുടെ തിളക്കത്തിലെ ദിലീപാ? അയ്യോ എടാ. ഓക്കെ, അപ്പൊ നീ എന്തിനു ദൂരാൻ പോയേ? സോറി ചേച്ചി. ബൈ ബൈ. ഗുഡ് നൈറ്റ്. മതി മുണ്ടെടുത്തത് മതി. ആ ഓക്കെ, അപ്പൊ ഇനിയിപ്പോ വീട്ടിലോട്ട് ഓക്കെ ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ തുടങ്ങുവാണ്. ഞാൻ റേച്ചുവിന് ഇന്നലെ കുറച്ച് മുല്ലപ്പൂ മേടിച്ചിട്ടുണ്ടായിരുന്നേ, പക്ഷെ അവളത് ഇടിക്കാൻ സമ്മതിച്ചില്ല. അപ്പം ഞാൻ ചെറുതായിട്ട് ബുഷയിൽ ഇങ്ങനെ ചുറ്റിയിട്ട് മുല്ലപ്പൂ എടുത്തിട്ടുണ്ട്. ഇടിക്കാൻ പറ്റുവാണെങ്കിൽ ഇടിക്കണം. അപ്പോൾ യെസ്, അപ്പോൾ വീട്ടിലോട്ട് പോവാണ്. കുറേ ചവറ് കണക്കിന് ഫോട്ടോസ് എടുത്തായിരുന്നേ. അതിൽ കുറച്ച് ഫോട്ടോസ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇതിൽ ആദ്യം കാണുന്ന 2 ഫോട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. റേച്ചിൻ്റെ കൂടെ നിന്ന് എടുത്ത ഫോട്ടോ, അത് വളരെ കഷ്ടപ്പെട്ട് അവളുടെ തലയിൽ മുല്ലപ്പൂ ഒക്കെ വെച്ച് എടുപ്പിച്ചതാണ്. റേച്ചു നമ്മൾ എവിടെ പോവാ റേച്ചു? അപ്പൊ ഞങ്ങള് നേരെ വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ടൗൺ, അവളുടെ ഭാഷ ടൗൺ. റേച്ചു ഒന്ന് പറഞ്ഞേ, ടൗൺ 10. മറ്റേ ഈശോയുടെ ഫ്രണ്ട് ചെന്ന് കൈ വെപ്പാ പറയുമ്പോഴത്തേക്ക് പ്രാർത്ഥിക്കാണോ? എന്നെ കണ്ടിട്ട് വെച്ച് കൈ വെക്കുന്നു. എന്തായാലും എന്നെ കണ്ടിട്ട് ഭക്തി പ്രാർത്ഥിക്കണം. ഭദ്രാളിനെ കടവ് കണ്ടോ? എനിക്ക് കുങ്കുമം ഭയങ്കര ഇഷ്ടമായിട്ടേ. നിങ്ങൾ വിചാരിക്കും എനിക്ക് കെട്ടിയവനോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാനിത് ഇന്ന് നീട്ടി വെച്ചിരിക്കുന്നത്. അല്ല, അത് സ്റ്റൈൽ കാണിക്കുന്നത്, ഫാഷൻ കാണിക്കാൻ. ദീപിക പതുക്കെ നമ്മുടെ അവസ്ഥ പരന്നു. അയ്യോ, എന്റെ നെറ്റിയിലെ സിന്ദൂരം പരന്നു. അയ്യോ വേണോ? വേണ്ട. അയ്യോ, എന്റെ ടവൽ എടുത്താർന്നോ? കുഴപ്പമില്ല. ബ്ലഷ്, നെറ്റിയിലിട്ട ബ്ലഷ് ആന്ന് വിചാരിച്ചു. പക്ഷെ എന്ത് രസമല്ലേ ഇങ്ങനെ സിന്ദൂരം ഇങ്ങനെ. ഇല്ല ചേട്ടി, ഞാനുണ്ടല്ലോ എന്റെ ഹോസ്റ്റൽ മേറ്റ്സിന് അറിയാം, ഞാൻ ഇതേപോലെ കല്യാണം കഴിഞ്ഞതിന് മുന്നേയും സിന്ദൂരം ഇങ്ങനെ, ചേട്ടയ്ക്ക് ഇല്ല ഫോട്ടോ അയച്ചു തന്നിട്ടില്ല കല്യാണത്തിന് മുന്നേ, ഞാനിങ്ങനെ സിന്ദൂരം ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുമായിരുന്നു റൂമിനകത്ത് മാത്രം. എനിക്ക് അത്രയ്ക്ക് ഭ്രാന്തായിരുന്നു സിന്ദൂരം ഇടാനായിട്ട്. എല്ലാ ഡ്രസ്സിനെയും കൂടെ അല്ല, ഇതേപോലത്തെ. ഇത് ഞാൻ ഓൾറെഡി നിങ്ങളോട് കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇനി ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പൊ റേച്ചു അവിടെ ഏതാണ്ട് കിടന്ന് കാണിക്കുന്നുണ്ട്. റേച്ചുവിന്റെ മുല്ലപ്പൂ വെച്ചായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവളതെടുത്ത് വലിച്ചു പറിച്ച് കളഞ്ഞ്. കുട്ടിച്ചൻ ബാക്കിൽ ഇരിപ്പുണ്ട്. കുട്ടിഷേ
ഭയങ്കര കുലുക്കുവാ. അയ്യോടാ അത് ഉറങ്ങിയിട്ടോ ചേട്ടായി? ഓ കുട്ടീസിന് ഉറങ്ങില്ലേ? അല്ല ശരിക്കും ഉറക്കം വരണം തോന്നുന്നു. സദ്യയൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കേ നമുക്കങ്ങ് ക്ഷീണം വരും. പക്ഷെ എനിക്ക് വലിയ കുഴപ്പമില്ല കേട്ടോ, എനിക്ക് അങ്ങനെ വലിയ ക്ഷീണം തോന്നുന്നില്ല. ഓക്കെ ഉറങ്ങട്ടെ, അത് ഉറങ്ങുവാണെങ്കിൽ ഉറങ്ങട്ടെ. അങ്ങനെ അപ്പൊ വീട്ടിൽ ചെന്നിട്ട് കാണാം. ഓക്കെ, അങ്ങനെ വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ വീട്ടിലെത്തി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ അമ്മച്ചി അമ്മയും കൂടെ നല്ല ഫ്രഷ് കൊഞ്ചിങ്ങനെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതേപടി കുറച്ച് കൊഞ്ചങ്ങനെ എടുത്ത് നല്ല മുളകും മഞ്ഞപ്പൊടി ഉപ്പും കൂടി അങ്ങോട്ട് കൂട്ടി തിരുമ്പി കുറച്ച് നേരം അങ്ങോട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. നമ്മളൊക്കെ എത്ര സദ്യ ഉണ്ടെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, ഈ വക സാധനമൊക്കെ കാണുമ്പോഴത്തേക്കും പിന്നെയും കൺട്രോൾ പോകുന്നേ. അങ്ങനെ ഒരു 1/4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ വേണ്ട നേരെ അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുത്തു. നല്ല സൂപ്പർ കൊഞ്ചായിരുന്നു കേട്ടോ, നല്ല ഫ്രഷ് കൊഞ്ചായിരുന്നു. അങ്ങനെ കൊഞ്ചൊക്കെ തിന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു നല്ല സൂപ്പർ പായസം എടുപ്പേണ്ടി, കുറച്ച് എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ നോ പറയൂ ഇല്ല. അമ്മയ്ക്കറിയാം ഞാൻ ഭയങ്കര പായസം കുതിച്ചാണ്, അതുകൊണ്ട് തന്നെ അമ്മ എക്സ്ട്രാ കുറച്ച് പാത്രത്തിൽ എനിക്ക് വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്കും അമ്മയുടെ സദ്യയും കഴിച്ചു. ദേണ്ട ഇതൊക്കെയാണ് അമ്മയുടെ സ്പെഷ്യൽ ഐറ്റംസ്. അത്യാവശ്യം എല്ലാ കറികളും അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുട്ടിച്ചനാണെങ്കിൽ ചാച്ചന്റെ വടി എടുത്ത് പിടിച്ചുകൊണ്ട് ചാച്ചൻ ദേണ്ട ഇതേപോലെയാണ് നടക്കണമെന്ന് പറഞ്ഞ് ചാച്ചനെ കളിയെ കൊണ്ട് നടക്കുമായിരുന്നു. ചാച്ചനാണെങ്കിൽ ഈ പിള്ളേർ ഇതേപോലെ കാണിക്കുന്നത് വലിയ ഇഷ്ടമാണ് കേട്ടോ. ചാച്ചൻ ചുമ്മാണെന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയും. അപ്പോൾ ദേണ്ട ഇതൊക്കെയാണ് അമ്മയുടെ സ്പെഷ്യൽ കറികൾ. അമ്മയുടെ ദേണ്ട ഈ ഒരു അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതാണ് കൂടുതലും കഴിച്ചത്, കാരണം മധുരമൊക്കെ കഴിച്ചിട്ട് ഒരുമാതിരി കിറിങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഓണം സ്പെഷ്യൽ വ്ളോഗ് എത്രയുള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ലവ് യു, ടേക്ക് കെയർ ആൻഡ് ബൈ.